ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് സാധാരണ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇന്ന് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുട്ടികൾക്കായി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കുട്ടികളിലെ പ്രോഗ്രാമിങ്ങിൻ്റെ വേൾഡിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്ക്രാച്ച് എന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അമേരിക്കയിലെ MIT മീഡിയ ലാബ്സിലെ ലൈഫ് ലോങ് കിൻഡർഗാർട്ടൻ ഗ്രൂപ്പ് എന്ന ഒരു ടീമിന്റെ ഒരു പ്രൊജക്റ്റാണ് സ്ക്രാച്ച്. വളരെ ലളിതവും രസകരവുമായ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് ചെറിയ ചെറിയ ആനിമേഷൻസ് തൊട്ട് ഗെയിംസ് വരെ സ്ക്രാച്ച് ഉപയോഗിച്ച് ചെയ്യാം. സ്ക്രാച്ചിൽ പല മാസ്റ്റേഴ്സും അല്ലെങ്കിൽ സ്ക്രാച്ചിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല പ്രൊജക്ട്സും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അവിടെ പോയി ഫർദർ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് സ്ക്രാച്ച് എന്താണെന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ scratch.mit.edu എന്ന URL ഈ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനെ ജോയിൻ സ്ക്രാച്ച് എന്ന ഓപ്ഷൻ എടുത്ത് ഒരു സിമ്പിൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്താൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. സോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാണ്. വൺസ് ലോഗിൻ ചെയ്താൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് നമുക്ക് കാണാം. അറ്റ് ദ സെയിം ടൈം പല ട്യൂട്ടോറിയൽസും ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ സ്ക്രാച്ച് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പല ട്യൂട്ടോറിയൽസ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ നൗ ഞാൻ അതായത് ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. ഇതാണ് സ്ക്രാച്ചിന്റെ UI. അതായത് ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ അടുത്ത സൈഡിൽ കാണുന്ന പാനലാണ് കോഡ്. അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കോഡ് സ്റ്റെപ്സ് ആണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ മോഷൻ എന്നിട്ടുള്ള ടാബില് ഒരു സെറ്റ് ഓഫ് ബ്ലോക്സ് കാണുന്നുണ്ട്. ഓരോ ബ്ലോക്കും ഓരോ കോഡാണ്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചെറിയ പൂച്ചയെ കാണാം. ഇതാണ് സ്ക്രാച്ചിലെ ക്യാരക്ടർ. ഈ ക്യാരക്ടറിന് പറയുന്ന പേര് സ്പ്രൈറ്റ് എന്നാണ്. ഇനി ഇവിടെ താഴെ ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്താൽ കുറെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പ്രൈറ്റ്സ് ഇതിലുണ്ട്. ഈ സ്പ്രൈറ്റ്സ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസും ആനിമേഷൻസും എല്ലാം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ബാക്ക് ഡ്രോപ്സ് അവൈലബിൾ ആണ്. സോ അതും ഒരു കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാന്റസി, മ്യൂസിക്, സ്പോർട്സ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യാം. തൽക്കാലം ഈ ഒരു ഡെമോ പർപ്പസിനായിട്ട് ഞാൻ ബ്ലൂ സ്കൈ സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ പൂച്ച ഒരു ബ്ലൂ സ്കൈ ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്പ്രൈറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റാം. ഓക്കെ. സോ അപ്പൊ ഇത് രണ്ടും ഒരു മെയിൻ ഓപ്ഷൻസ് ആണ്. ഇനി പ്രധാനമായിട്ടുള്ള വേറൊരു ഭാഗം, അതായത് ഹാർട്ട് എന്ന് പറയുന്നത് ഈ കോഡ് ആണ്. സോ ഈ ഇടത്തെ സൈഡിലുള്ള പാനലിൽ കാണുന്ന പോലെ മോഷൻ, ലുക്സ്, സൗണ്ട്, ഇവന്റ്സ് ഇതെല്ലാം കോഡ് ബ്ലോക്സ് ആണ്. ഓരോ കാറ്റഗറിയുടെ അടിയിൽ ഒരു സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് പ്രോഗ്രാമിംഗ് തുടങ്ങാം. വളരെ സിമ്പിളായി ഈ പൂച്ചയെ കൊണ്ട് ഒരു ഹലോ പറയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലുക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേ ഹലോ എന്നുള്ള ബ്ലോക്ക് ഡ്രാഗ് ചെയ്യണം. ഈ കോഡ് ഇവിടെ ഡ്രാഗ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആയിരിക്കും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ പൂച്ച ഹലോ എന്ന് പറയുന്നു. ഓക്കെ. ഇനി ഈ ഹലോ എന്നുള്ളത് നമുക്ക് മാറ്റണം. ലെറ്റ്സ് പൂച്ചയെ കൊണ്ട് വെൽക്കം ടു ദ വേൾഡ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയിക്കണം എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അതായത് എന്താണ് ടെക്സ്റ്റ് ആവശ്യമില്ലെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ ക്ലിക്ക് ചെയ്താൽ വെൽക്കം ടു ദ വേൾഡ് ഓഫ് പ്രോഗ്രാമിംഗ്. ഇനി അടുത്ത് നമുക്ക് മോഷൻ ബ്ലോക്സ് നോക്കാം. നമുക്ക് 1 by 1 ഈ ബ്ലോക്സിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ പൂച്ചയെ കുറച്ച് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ മോഷൻ കാറ്റഗറിയിൽ അടിയിലെ മൂവ് 10 സ്റ്റെപ്സ് എടുത്ത് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കാം. ഇത് വളരെ ഈസിയാണ് ഇത് കണക്ട് ചെയ്യാൻ. ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ താഴെ കൊണ്ടുവരുമ്പോഴേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രേ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ തയ്യാറായി എന്നാണ് അർത്ഥം. അപ്പോൾ വെറുതെ മൗസ് റിലീസ് ചെയ്താൽ മതി. ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ഈ 2 കോഡും എക്സിക്യൂട്ട് ആവും. ഇതൊരു സീക്വൻസിൽ, അതായത് ആദ്യം മുകളിലുള്ള കോഡ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് താഴെയുള്ളത്. ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ പൂച്ച മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് വീണ്ടും അത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ. ഇനി ഓരോ ക്യാരക്ടേഴ്സിനും പല കോസ്റ്റ്യൂംസ് ഉണ്ട്. അപ്പോൾ ഈ കോഡ് ബ്ലോക്കിന്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന കോസ്റ്റ്യൂംസ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല കോസ്റ്റ്യൂംസ് നമുക്ക് കാണാം. ഇപ്പൊ ഈ ഒരു സ്പ്രൈറ്റ്, അതായത് ഈ ഒരു പൂച്ചയുടെ വേറെ കോസ്റ്റ്യൂമാണ് ഇത്. പൂച്ച നടക്കുന്ന പോലെ ഒരു കോസ്റ്റ്യൂം, ആൻഡ് ദെൻ ഇത് മറ്റൊരു കോസ്റ്റ്യൂം. ഇനി നമുക്ക് ഈ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി നോക്കാം. അതിന് വേണ്ടിയിട്ട് ലുക്സിൽ പോയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം എടുത്താൽ ഇത് ക്ലിക്ക് ചെയ്താൽ പൂച്ച നടക്കുന്ന പോലെ ഒരു ഫീൽ, റൈറ്റ്? ഇനി നമുക്ക് ആ പൂച്ച കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം എന്നുള്ള ഒരു ആനിമേഷനാണ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് ഇതൊരു ലൂപ്പിൽ റൺ ചെയ്യിക്കണം. അതായത് ഇതേ സ്റ്റെപ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ടാബിൽ പോയി കഴിഞ്ഞാൽ റിപ്പീറ്റ് എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റിപ്പീറ്റ് എടുത്ത് ഈ റിപ്പീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെലക്ട് ചെയ്ത 2 കോഡ് ബ്ലോക്സ് ഈ റിപ്പീറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടുക. അപ്പോൾ കോഡ് വളരെ സിമ്പിളാണ്. റിപ്പീറ്റ് 10 ടൈംസ്. റിപ്പീറ്റ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൂവ് 10 സ്റ്റെപ്സും നെക്സ്റ്റ് കോസ്റ്റ്യൂമും 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂച്ച ഓടിപ്പോകുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കൊരു 50 ടൈംസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് ഓടിപ്പോണ പോലെ തോന്നും. പക്ഷെ ഇത് വളരെ സ്പീഡ് കൂടുതലാണ് അല്ലേ പൂച്ചയുടെ നടത്തം. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് കുറയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് എന്നുള്ള കോഡ് ബ്ലോക്ക് എടുക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ വീണ്ടും ഇതേ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 0.05 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാലും 0.05 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. വീണ്ടും ഞാൻ പൂച്ചയെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇനി അത് കോഡ് ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂച്ച കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന പോലെ കാണാം. ഇനി നമുക്ക് പൂച്ചയുടെ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോസ്റ്റ്യൂംസിൽ പോയി ഫിൽ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പൂച്ചയുടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലൈക്ക് ഞാനിപ്പോൾ ഈ ഒരു ഫിൽ ഓപ്ഷൻ എടുത്ത് ഫില്ലിൽ എനിക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കറുത്ത പൂച്ചയാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ പൂച്ചയുടെ കളറ് മാറും. ഇതൊരു കറുത്ത പൂച്ച. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് സൗണ്ടാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷനാണിത്. ഓരോ സ്പ്രൈറ്റിന് അഗെയിൻസ്റ്റും ചില സൗണ്ട്സ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ തന്നെ സൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ കോഡിലേക്ക് ഒരു ശബ്ദം ആഡ് ചെയ്യാം, ഒരു സൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് സൗണ്ട് കാറ്റഗറിയുടെ അടിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ തൽക്കാലം ഞാൻ ഫസ്റ്റ് പ്ലേ സൗണ്ട് മിയാവ് അൺടിൽ ഡൺ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇവിടുത്തെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സാധാരണ മൈക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ശബ്ദം വേണമെങ്കിലും റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ആ സൗണ്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഞാൻ ആ രണ്ടാമത്തെ കോസ്റ്റ്യൂമിൽ കളർ ചേഞ്ച് ചെയ്തത് കാരണം പൂച്ചയുടെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ കാണുന്ന ഈ ബട്ടൺ സ്റ്റോപ്പ് ബട്ടൺ ആണ്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് കൺട്രോൾസ് ആണ്. ഒരു പർട്ടിക്കുലർ ടാസ്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിക്കണം, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ബേസ്ഡ് ആയിട്ട് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു കണ്ടീഷണൽ എലിമെന്റ് കൊണ്ടുവരാം ഇതിൽ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഇഫ് ബ്ലോക്ക് എടുക്കുകയാണ്. ഇത് ബേസിക്കലി ഒരു കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ റിപ്പീറ്റ് ബ്ലോക്ക് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇതും ഡിലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പൂച്ച നമ്മളൊരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്താൽ മാത്രമേ ഈ പൂച്ച നടക്കാൻ പാടുള്ളൂ, റൈറ്റ്? അങ്ങനെ ചെയ്യാം. ഇഫ് കീ സ്പേസ് ഇസ് പ്രസ്ഡ്, അതായത് ഞാൻ ടാബ് ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഈ സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, റൈറ്റ്? ഇത് ക്ലിക്ക് ചെയ്താൽ പോലും കോഡ് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, നമ്മൾ സ്പേസ് ബാർ ഞെക്കിയാൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇതിനെയാണ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഞാൻ സ്പേസ് ബാർ അമർത്തി പിടിച്ചിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഇത് മൂവ് ചെയ്യുന്നുള്ളൂ. അതർവൈസ് ഈ കോഡ് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി ഇതിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഇപ്പോൾ സൗണ്ട്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ താഴെ സൗണ്ട്സിൽ ഒരുപാട് സൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് സൗണ്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് അതൊരു സ്പ്രൈറ്റിനെ കൊണ്ട് പ്ലേ ചെയ്യിക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഗെയിം കാണിച്ചു തരാം. ഇത് വെച്ച് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ചെറിയ ഗെയിം. ഓക്കെ, അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ സ്പ്രൈറ്റിനെ ഡിലീറ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ബലൂൺ പോപ്പിംഗ് ഗെയിം നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ സ്കൈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇത് എന്ത് വേണമെങ്കിൽ ആവാം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇത് സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്പ്രൈറ്റ് ബലൂണാണ്. ഓക്കെ, ഞാനൊരു ബലൂൺ സ്പ്രൈറ്റ് സെലക്ട് ചെയ്തു. ഇനി ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബലൂൺ ഒരു റാൻഡം പൊസിഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൗസ് വെച്ചിട്ട് ആ ബലൂണിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും, റൈറ്റ്? ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ മേലെ പോയി കഴിഞ്ഞാൽ, അതായത് നമുക്ക് 10 പോയിന്റിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഈ ബലൂണിന്റെ സ്പീഡ് കൂടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ബലൂൺ മൂവ് ചെയ്യിക്കാൻ നോക്കാം. അതിനായിട്ട് ബലൂൺ ഒരു റാൻഡം പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ ഗോ ടു റാൻഡം പൊസിഷൻ എന്നുള്ള കോഡ് ബ്ലോക്ക് സെലക്ട് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കാണാം ബലൂൺ റാൻഡം പൊസിഷനിലേക്ക് ഓരോ ടൈം ക്ലിക്ക് ചെയ്യുമ്പോഴും അത് റാൻഡം പൊസിഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്കിതൊരു റിപ്പീറ്റഡ് ആയിട്ട് നടക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോളിൽ പോയിട്ട് ഫോർ എവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബലൂൺ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം പൊസിഷനിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് വളരെ സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്കൊരു വെയിറ്റ് 1 സെക്കൻഡ് കൊടുക്കാം. വെയിറ്റ് 1 സെക്കൻഡ് കൊടുത്താൽ ഇനി ഓരോ 1 സെക്കൻഡ് കൂടുമ്പോഴും ബലൂൺ ഒരു റാൻഡം പൊസിഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് സൈഡിൽ വയ്ക്കാം. ഇനി അടുത്തത് ഈ മൗസ് പോയിന്റർ വെച്ചിട്ട് ബലൂണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊരു പോയിന്റ് കിട്ടണം. അപ്പോൾ അതിന് നമുക്കൊരു ഈവൻറ്റ് സ്റ്റാർട്ട് വേണ്ടേ. ഈ ഈവൻറ്റ്സ് ടാബിലുള്ള എല്ലാം തന്നെ ഒരു സ്റ്റാർട്ടറാണ്, ഒരു ട്രിഗർ, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ട്രിഗർ. അതിൽ പലതരം ഉണ്ട്. നമുക്കിപ്പോൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ ആക്കാം. സ്പേസ് ബാർ മാത്രമല്ല, ഒരു ലിസ്റ്റ് ഓഫ് കീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഇനി അടുത്തത് ഈ ബലൂൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് when this sprite is clicked, അതായത് നമ്മുടെ ഇവിടുത്തെ സ്പ്രൈറ്റ് ബലൂൺ ആണ്. സോ അതുകൊണ്ട് തന്നെ when this sprite is clicked then എന്ത് സംഭവിക്കണം, നമുക്ക് ഒരു പോയിന്റ് കിട്ടണം. സോ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൗണ്ട് കൂടെ ആഡ് ചെയ്യാണ്, ഒരു പോപ്പ് സൗണ്ട്. കണ്ടോ, ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. സോ when this sprite is clicked get a pop sound and then നമുക്കൊരു പോയിന്റ് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കോർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ വേരിയബിൾസിൽ പോയി കഴിഞ്ഞാൽ ഈ വേരിയബിൾസ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്താൽ അതിനിടയിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണം, സ്കോർ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്കത് ആ സ്കോർ ഇവിടെ കാണും. ഇനി ഈ സ്കോർ ഓരോ തവണ നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ സ്കോറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. സോ ചേഞ്ച് മൈ വേരിയബിൾ by 1, അതായത് എന്താണോ സ്കോർ അതിൽ ഓരോ പോയിന്റ്സ് കൂടി വരും. അപ്പോൾ ഈ ഡ്രോപ്പ് ഡൗണിന് സ്കോർ സെലക്ട് ചെയ്യുക, ചേഞ്ച് സ്കോർ by 1. സോ ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബലൂൺ മൂവ് ചെയ്ത് തുടങ്ങും. ആൻഡ് ഞാൻ ഈ ബലൂൺ ക്ലിക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്കോർ മാറി വരും. കണ്ടോ. ഇനി ഒരു പ്രശ്നമുള്ളത്, ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്താൽ പോലും എൻ്റെ സ്കോർ 6 ആയിട്ട് നിൽക്കും. ഇനി വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ 6 ആണ് കൂടി വരും. ഓരോ തവണ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്കോർ റീസെറ്റ് ചെയ്യണം, 0ലേക്ക് ആവണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവൻറ്റ്സിൽ പോയിട്ട് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ ഞാനൊരു ഇവൻറ്റ് കൊടുക്കുകയാണ്. അതായത് ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ബലൂണിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങുള്ളൂ. ഓരോ തവണ ബലൂൺ മൂവ് ചെയ്യുമ്പോഴും സെറ്റ് ദ വാല്യൂ ഓഫ് സ്കോർ, അതായത് സ്കോറിൻ്റെ വാല്യൂ 0ലേക്ക് വെക്കുക. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു, ബലൂൺ മൂവ് ചെയ്ത് ഓരോ തവണ പോയി എൻ്റെ സ്കോർ കൂടി വരുന്നു. ഇനി ഞാൻ ഇത് നിർത്തി കഴിഞ്ഞാൽ എൻ്റെ സ്കോർ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കോർ 0 എന്നാണ് തുടങ്ങുന്നത്. ഇനി നമുക്കിതിൽ പല മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാം. അതായത് ഒരു പെർട്ടിക്കുലർ സ്പീഡിന് മേലെ പോയി കഴിഞ്ഞാൽ ബലൂണിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടുക, അങ്ങനെ പല മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കുട്ടികളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, ആൻഡ് ദെൻ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.